ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ എന്ത് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ കാട വെച്ചിട്ടുള്ളൊരു കാട റോസ്റ്റാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ വളർത്തുന്ന കാട തന്നെയാണിത്. അപ്പോൾ ഈ കാടയിൽ വളരെ ലോ ഫാറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൊളസ്ട്രോളൊക്കെ വളരെയധികം കുറയ്ക്കാൻ പറ്റും. അതുപോലെ ഒരുപാട് വിറ്റാമിൻസ്, മിനറൽസ്, ന്യൂട്രിയൻസ് ഒക്കെ ഇതിൽ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോൺസിനും ബ്ലഡ് വെസൽസിനൊക്കെ ഒത്തിരി ഹെൽപ്പാണ്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു നാടൻ റോസ്റ്റാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും നല്ല ഹെൽപ്പായിരിക്കും ഈ റെസിപ്പി. ഇതുപോലുള്ള നാടൻ വിഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. അതിനായിട്ട് ഞാൻ ഇവിടെ കാട വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇതൊരു 5 കാടയെ 4 പീസുകളാക്കി മുറിച്ചെടുത്തേക്കുന്നതാണ്. അപ്പം നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ചെറിയ പീസുകളാക്കിയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് കാഷ്നട്ട് വെള്ളത്തിൽ കുതിർത്താൻ വെക്കണം. ഒരു 30 മിനിറ്റോളം വെക്കണം. ഒരു 10-15 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാം ചെറിയുള്ളി നന്നാക്കി ചെറുതായി കനം കുറച്ച് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. പിന്നെ നമ്മൾ കുതിർത്താൻ വെച്ചിരുന്ന കാഷ്നട്ട് മിക്സിയിൽ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അത് ഏകദേശം 1 കപ്പ് ഉണ്ട്. 2 തക്കാളി കനം കുറച്ച് അരിഞ്ഞേക്കുന്നു. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്. അടുത്തത് 1/2 ടീസ്പൂൺ പെരുംജീരകം, 3 ഗ്രാമ്പു, 2 ഏലക്ക, 1 ചെറിയ കഷ്ണം കറുവപ്പട്ട, 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 5 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 3 പച്ചമുളക്, ഉപ്പ്, പിന്നെ കുരുമുളക് ചതച്ചത്, വെളിച്ചെണ്ണ, കറിവേപ്പില. ഇനി നമുക്ക് വെളിച്ചെണ്ണ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് പെരുംജീരകം, ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട ഇത്രയും നമുക്ക് ചേർക്കാം. അത് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും നമുക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് ചെറിയുള്ളി അരിഞ്ഞ് വെച്ചേക്കുന്നതും ചേർത്ത് കൊടുക്കാം. എപ്പോഴും ചെറിയുള്ളി ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. സവാളേനേക്കാളും എപ്പോഴും നല്ലത് ചെറിയുള്ളി തന്നെയാണ്. ഇതിലേക്ക് ചെറിയുള്ളിക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അടുത്തത് 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല. 1/4 ടേബിൾ സ്പൂൺ അല്ല, 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കരിഞ്ഞു പോവാതെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തക്കാളി നമുക്ക് വഴറ്റിയെടുക്കണം. തക്കാളി വഴന്ന് വന്നതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കാട ഇറച്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഈ മസാലയെല്ലാം നമ്മുടെ കാടയിലേക്ക് പിടിക്കും വിധം നമുക്ക് ഇളക്കി റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഒഴിക്കേണ്ട, നമ്മുടെ ഇറച്ചിയിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അപ്പോൾ 1 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കാം ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അത് അത്യാവശ്യം വെന്തൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്തേക്കുന്നത് കൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഇനി ചേർക്കാനായിട്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കാഷ്നട്ട് പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഈ കാഷ്നട്ട് പേസ്റ്റ് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ റോസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 1 ടീസ്പൂൺ പെപ്പർ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, ചതച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇനി നമ്മൾക്ക് മൂടി തുറന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കാട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില, മല്ലിയില ആവശ്യമുള്ളവർക്ക് മല്ലിയിലയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നല്ലൊരു ടേസ്റ്റായ
കറിയാണിത്. പത്തിരി, ചപ്പാത്തി, ചോറ് ഇത് എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ കാടയിറച്ചി മേടിച്ചിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഞാൻ പറയുന്നതിലും നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നാടൻ വിഭവങ്ങളുമായി ഇനിയും ഞാൻ വരുന്നതാണ്. അതുവരെ ഓക്കെ, ബൈ, താങ്ക്